കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ചിന്തയിലേക്ക് കടക്കുകയാണ്. എബ്രാലേഖനം 11 അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 11. എബ്രാലേഖനം 11 അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 11. ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാനായിട്ടെടുക്കുന്ന പാഠം വാക്യമെന്ന് പറയുന്നത് 17 to 19, 17 മുതൽ 19 വരെയുള്ള വാക്യം. 17 മുതൽ 19 വരെയുള്ള വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ആ വാക്യം ഒന്ന് വായിച്ചായിട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 17 to 19. എബ്രായർ 11 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന വിശ്വാസ വീരന്മാരെക്കുറിച്ചാണ്. അവരുടെ പട്ടികയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ ഒന്നൊന്നായിട്ട് വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് കടന്നു വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അബ്രഹാം, സാറ, അതോടൊപ്പം തന്നെ ഇസ്ഹാക്ക്, യാക്കോബിനോടുകൂടെ ചേർന്ന് അബ്രഹാം ജീവിച്ചതിനെക്കുറിച്ചൊക്കെയും പഠിച്ചിട്ട് അവസാനമായിട്ട് നക്ഷലായിട്ട് ദൈവത്തിൻ്റെ ദാസനെ ഇപ്രകാരം പറയുകയുണ്ടായി, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. പിന്നെ അവരെന്തിനോ വേണ്ടി കാത്തിരുന്നു, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ള വാക്യത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എന്നാൽ ഇനിയും ഉള്ള ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇനിയും 1, 2, 3 ക്ലാസ്സുകൾ വീണ്ടും അതേ പൂർവ്വ പിതാക്കന്മാർ ചെയ്തതായിരിക്കുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ട്രയൽസ്, അവരുടെ വിശ്വാസത്തിന് വേണ്ടി അവർ പരീക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ പരീക്ഷ സഹിക്കേണ്ടി വന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് രാത്രിയിൽ ഹെഡിങ്ങിന് വേണ്ടി നോട്ട് ചെയ്താട്ട് ദ ട്രയൽസ് ഓഫ് ഫെയ്ത്ത് ഓഫ് എബ്രഹാം. ദ ട്രയൽസ് ഓഫ് ദ ഫെയ്ത്ത് ഓഫ് എബ്രഹാം. അബ്രഹാമിൻ്റെതായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പരിശോധന. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം പഠിക്കുമ്പോൾ വളരെ ക്ലിയറാണ്. നമ്മൾ അബ്രഹാമിൻ്റെ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒത്തിരി ടെസ്റ്റുകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ തൻ്റെ ദേശത്തായിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. അതുതന്നെ വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു പരിശോധനയായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ വിശ്വാസത്തിൽ വീണു പോകുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. എന്നാൽ അബ്രഹാം അതിലൊക്കെയും വീണ്ടും ജയം എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജയത്തോടുകൂടെ നിൽക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സംഭവത്തെയാണോ ദൈവത്തിൻ്റെ ദാസൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയുമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു സംഭവം, അത് തൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായിരിക്കുന്നതും ഇത്രത്തോളം കാലം താൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പരീക്ഷകളെക്കാൾ വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു പരീക്ഷയിലേക്കാണോ അബ്രഹാം കടന്നു പോകാൻ പോകുന്നത്. ആ പ്രത്യേകമായ വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുന്ന വിഷയമാണ്. അത് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമായിട്ട് കൊടുക്കുവാനിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രസീവ് ബ്ലെസ്സിങ് ആയിരുന്നു. പടിപടിയായിട്ട് ദൈവം അബ്രഹാമിനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ തന്നെ ദൈവം അനുഗ്രഹത്തെ പൂർണ്ണമായി കൊടുത്തില്ല. പിന്നെയോ ഭാഗീയമായിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഭാഗീയമായിട്ട് ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയായിത്തീർന്നു. തുടക്കത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. എവിടെയാണെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ പരീക്ഷ കടന്നു വന്നു. ലോത്തിനെ തൻ്റെ അടുക്കൽ നിന്ന് മാറ്റേണ്ട ഒരവസ്ഥ വന്നു. ദൈവം ഇപ്രകാരം പറഞ്ഞു, നീ കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, തെക്കോട്ട്, വടക്കോട്ട് തലപൊക്കി നോക്ക്, നീ കാണുന്ന സ്ഥലം ഞാൻ നിനക്ക് അവകാശമായി തരും. ഏത് സ്ഥലമാണ്, എത്രത്തോളമാണ് അളവെന്നുള്ളതൊന്നും അബ്രഹാമിന് അറിയത്തില്ല. ആദ്യം സ്ഥലം പോലും അറിയാതെ അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. രണ്ടാമത്തെ ടെസ്റ്റ് കടന്നു വന്നപ്പോൾ അബ്രഹാമിന് ദൈവം ഏത് സ്ഥലമാണ് കൊടുക്കുവാൻ പോകുന്നെന്നുള്ളത് വ്യക്തമല്ലെങ്കിലും കാണിച്ചു കൊടുത്തു. മൂന്നാമത്തെ പരീക്ഷയിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കറിയാം, സോദോം രാജാവിൻ്റെ അനുഗ്രഹങ്ങൾ വേണ്ട എന്ന് വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വെളിപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, അബ്രഹാമേ, മിസ്രൈം നദി മുതൽ ഫാത്ത് നദി വരെ ഈ സ്ഥലം, ഇത്രയും ആൾക്കാരുടെ സ്ഥലമാണോ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരുവാൻ പോകുന്നത്. വ്യക്തമായി ദൈവം ഒരളവ് കൊടുത്തിട്ട് ഒരു സ്ഥലത്തെ വെളിപ്പെടുത്തിയിട്ട് ദൈവം പറഞ്ഞു, ഇതാണ് ഞാൻ നിനക്ക് തരുവാൻ പോകുന്നത്. അവിടുന്ന് മാറിയില്ല, മുൻപോട്ട് കടന്നുപോയി.
ഈ പ്രത്യേകിച്ച് ഇസ്മായിലിനെ വിട്ടുകളയേണ്ട ഒരു സമയം കടന്നു വന്നപ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിനോട് പറയുകയുണ്ടായി, അബ്രഹാമേ, നിന്റെ സന്തതിയാകുന്ന നിന്റെ ഭാര്യയാകുന്ന ഈ സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനുണ്ടാകും, ആ കുഞ്ഞിനെ ആയിരിക്കും ഈ അവകാശം കൊടുക്കുവാനായിട്ട് പോകുന്നത്. അടുത്ത ലെവലിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇസ്ഹാക്കിനെ അബ്രഹാം യാഗമായി കൊടുത്തപ്പോൾ ദൈവം ഇപ്രകാരം കൽപ്പിക്കുകയുണ്ടായി, അബ്രഹാമേ, ഞാൻ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ദൈവം വിളിച്ചത് സമർത്ഥമായിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടിയാകുന്നുവെങ്കിലും ഇത്രയും കടമ്പകൾ കൂടെ അബ്രഹാം കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ഓരോ സമയത്തും പടിപടിയായിട്ട് ദൈവത്തെ അനുസരിക്കുവാൻ ഇടയായിത്തീർന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വിളിക്കനുസരണമായിരിക്കുന്ന നന്മയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായിരിക്കുന്ന നന്മകൾ ഇതിലാകരുത് നമ്മുടെ കണ്ണുകൾ നടന്നത്. ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിപ്പാനുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? ഒരു കണ്ടിന്യൂവസ് ഒബേയിങ് ഗാഡ്, ദൈവത്തെ തുടർമാനമായിട്ട് അനുസരിക്കേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ സകല പരീക്ഷകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും ഏറ്റവും അധികമായിട്ട് തൻ്റെ ജീവിതത്തിൽ വളരെയധികം വാല്യുബിൾ ആയിരിക്കുന്ന ഒരു പരീക്ഷയിലേക്കാണ് അബ്രഹാം ഈ സമയത്ത് കടക്കുവാൻ പോകുന്നത്. ഈ സമയം എന്ന് പറയുന്നത് ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുന്ന ഒരു സമയം. ഈ സമയമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട സമയമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം എന്താണ് ദൈവം ചോദിച്ചത് യാഗമായി കൊടുക്കുക എന്നുള്ളത്. അബ്രഹാമിൽ കൂടെ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു, നിന്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞിനെ ജനിക്കും, ആ കുഞ്ഞിന് നീ ഇസ്ഹാക്ക് എന്ന് പേര് കൊടുക്കണം, അവനിൽ കൂടെയാണോ നിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ പോകുന്നത്. ഇസ്ഹാക്കിൽ കൂടെയാണ് വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ പോകുന്നുവെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം അരുളി ചെയ്തിട്ട് ആ ഇസ്ഹാക്കിനെയാണ് യാഗം കൊടുക്കുവാനായിട്ട്, ഹോമയാഗം കൊടുക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, തൻ്റെ മുൻപിൽ രണ്ട് ചിന്തകളാണുള്ളത്. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ, ദൈവം ഓൾറെഡി എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണിത്, പിന്നീട് ദൈവം ഇതിനെ ചോദിക്കുമോ? സാധാരണ ചോദിക്കുവാനായിട്ട് ചാൻസ് ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാം പൊസസ് ചെയ്തു, ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാം ഏറ്റെടുത്തു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അനുഗ്രഹത്തിൽ കൂടെ ഒത്തിരി കാര്യം നടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് ഇടയ്ക്ക് വെച്ചൊരു സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ട് യാഗം കഴിക്കുവാനായിട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളായിരുന്നുവെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ ചിന്തിച്ചേനേയും ഇതൊരു പക്ഷേ മാനുഷിക ചിന്തയായിരിക്കും. കാരണം ദൈവം ഓൾറെഡി വാഗ്ദത്തം തന്നതാണ്, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവനാണ് നിന്റെ സന്തതി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇസ്ഹാക്ക് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ചിന്ത ഒരു പക്ഷെങ്കിൽ മാനുഷിക ചിന്തയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാറ്റുവാനായിട്ട് സാധിക്കുമെന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടിൽ പോയില്ല എന്നുള്ളത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താ ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 18-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു. എന്തിനാ വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത്? തൻ്റെ ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റ്, തൻ്റെ ഉള്ളിൽ ഉള്ള ഒരു പ്രതിസന്ധിയെ അബ്രഹാമിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എന്താ പ്രതിസന്ധി? അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നുള്ള അരുളപ്പാട് ലഭിച്ചു. അബ്രഹാമിന് ഈ അരുളപ്പാട് ലഭിച്ചതാ, നിന്റെ ഇസ്ഹാക്കിൽ ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന്. എന്നിട്ടും അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് യാഗമായി കൊടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ട് അബ്രഹാം കൊടുത്തു? എന്തായിരുന്നു അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട്? പ്രധാനമായിട്ട് നമ്മൾ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വായിച്ചിട്ട് ഒന്ന്, ഇന്ന് നിങ്ങൾക്കറിയാം ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായമായിരിക്കും ഇന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ജനസിസ് ചാപ്റ്റർ 22. എല്ലാവരും കടന്നു വന്നാട്ടോ. ജനസിസ് 22. അതിനു മുമ്പായിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 12, 21-ാം അധ്യായം 12-ാമത്തെ വാക്യം. പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുവാനായിട്ട് പോകുന്നത്. 3 പ്രധാനപ്പെട്ട ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് വായിച്ചിട്ട് ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് നമ്പർ 12, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 12-ാമത്തെ വാക്യം.
ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇസ്ഹാക്ക് ദ പ്രോമിസ് സീഡ്, വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ഇസ്ഹാക്കായിരുന്നു. അത് വളരെ വാല്യുബിളാണ് ഇവിടെ. കാരണം അബ്രഹാമിന് ഇഷ്ടം പോലെ മക്കൾ ജനിച്ചു. അബ്രഹാമിന് ആദ്യം ജനിച്ച മകനെന്ന് പറയുന്നത് ഇസ്മായേലായിരുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം അബ്രഹാമിനോട് ചോദിക്കുമ്പോൾ ദൈവം ചോദിച്ചൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് നമ്പർ 2. യെസ്, ഏകജാതൻ. ദൈവം തന്നെ വളരെ, നിങ്ങൾക്കറിയാം ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിനറിയാം അബ്രഹാമിന് ഇസ്ഹാക്കല്ലാതെ വേറെ മകൻ ഓൾറെഡി ജനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിന് മുൻപിലുണ്ടെങ്കിലും ദൈവം ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുവാനായിട്ട് ചോദിക്കുമ്പോൾ ഇസ്ഹാക്കിനെ ദൈവം വെളിപ്പെടുത്തുന്ന ഭാഗമെന്ന് പറയുന്നത് നിന്റെ ഏകജാതൻ, ദ ഓൺലി ബിഗോട്ടൻ സൺ, നിന്റെ ഏകജാതനാകുന്ന ഇസ്ഹാക്ക്. അപ്പോൾ ദൈവം ഇവിടെ സമർത്ഥിക്കുകയാണ് ഏകജാതനായിരിക്കുന്ന ഇസ്ഹാക്ക്. നിങ്ങൾക്കറിയാം ഇതിനു മുൻപ് ഇസ്മായേൽ ജനിക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നീട് എന്തുകൊണ്ട് ഇസ്മായേൽ ആദ്യജാതനായില്ല? ദൈവം പറയുന്നത് ആദ്യജാതൻ നല്ല ഏകജാതൻ. ഏകജാതൻ എന്ന് പറയുവാൻ കാരണമുണ്ട്. ഇസ്ഹാക്ക് മാത്രമേ ലീഗലായിട്ട് തൻ്റെ ഭാര്യയിൽ നിന്ന് ജനിച്ചിട്ടുള്ളൂ. ഇസ്മായേൽ എന്ന് പറയുന്നത് തൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിൽ നിന്ന് ജനിക്കപ്പെട്ടതായതുകൊണ്ട് ഒരു കുടുംബത്തിൽ അവകാശത്തിന് പ്രോപ്പറായിട്ട് യോഗ്യരല്ല. കാരണം ഒരു ദാസിയുടെ മകനാണ്. എന്നാൽ ഇവിടെ ഇസ്ഹാക്ക് എന്ന് പറയുന്നത് ഒരു ദാസിയുടെ മകനല്ല, പിന്നെയോ അബ്രഹാമിൽ കൂടെ ദൈവം വാഗ്ദത്തം ചെയ്തതും ദൈവം കൊടുത്തുമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നിറവേറ്റപ്പെടലാണ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ വേർഡ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല. ഹി വാസ് ദ പ്രോമിസ് സീഡ്, വാഗ്ദത്ത സന്തതിയായിരുന്നു ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. വായിച്ചോട്ട ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 17. ഇസ്ഹാക്കിനെ, അതേ ഇസ്ഹാക്കിനെ, ആദ്യം ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെയാണ് യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ പോലും ദൈവം ആഗ്രഹിച്ച കാര്യമല്ല ഇസ്ഹാക്കിനെ കൊണ്ട് യാഗമായി കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത് ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കണമെന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നില്ല ഈ ഇസ്ഹാക്കിനെ വെട്ടിക്കൊന്ന് ഒരു യാഗവസ്തുവായി കിടക്കണമെന്ന്. കാരണം ദൈവത്തിൻ്റെ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മാനുഷിക യാഗമെന്ന് പറയുന്നത് യഹോവയ്ക്ക് വെറുപ്പാണ്. വായിച്ചിട്ട് അതിന് അധരമായിട്ട് ലെവിറ്റിക്കസ് ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 21, ലേവിയ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. വേറൊരാള് ആവർത്തന പുസ്തകം 12-ാം അധ്യായം 31, ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 31. നിങ്ങൾക്കറിയാം ജാതീയ ഒരാചാരമായിരുന്നു അന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി അവരുടെ ദേവന്മാർക്ക് വേണ്ടി കൊടുക്കുന്നത്. മോലക് എന്ന് പറയുന്നത് ഒരു ഫെലിസ്തീയ ദേവൻ്റെ പേരാണ്. ആ ഫെലിസ്തീയ ദേവനിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം ഇങ്ങനെയായിരുന്നു. ഒരു പിച്ചള കൊണ്ടുള്ള ലോഹമായിരുന്നു ആ വിഗ്രഹം. ഈ പർട്ടിക്കുലർ വിഗ്രഹത്തെ, ഈ സ്റ്റാച്യുവിനെ ശരിയായിട്ട് ചൂട് പിടിപ്പിച്ച് നന്നായിട്ട് ചൂട് പിടിച്ചിരിക്കുമ്പോൾ അവർ തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് അതിൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ ഈ ലോഹം ചൂടുള്ളതായതുകൊണ്ട് ആ സ്വന്തം കുഞ്ഞുങ്ങൾ അവിടെ വെച്ച് അവരുടെ കരങ്ങളിൽ നിന്ന് യാഗത്തിൻ്റെ ഈ പ്രത്യമായ വിഗ്രഹത്തിൻ്റെ കരങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് ചാമ്പലാകുകയാണ് ചെയ്യുന്നത്. അന്ന് ജാതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗം അതായിരുന്നു. ദൈവം അത് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു മാനുഷികമായിരിക്കുന്ന ഒരു യാഗമായിട്ട് കൊടുക്കരുത്, മോലക്കിന് കൊടുക്കരുത് ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം കാണുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു യാഗം അല്ലെങ്കിൽ മനുഷ്യനെ കൊന്ന് ദൈവത്തിന് യാഗം അർപ്പിക്കരുത്. അത് ദൈവത്തിന് അശുദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് അശുദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം അബ്രഹാമിനോട് പറയുവാൻ ഇടയായിത്തീർന്നത്. ദൈവത്തിന് അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ അബ്രഹാം ഇസ്ഹാക്കിനെ കൊല്ലുവാനായിട്ട് ദൈവം അലവ് ചെയ്തില്ല.
ഇസ്ഹാക്കിനെ കൊല്ലുവാൻ കത്തിയെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്, ബാലൻ്റെ മേൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമായിരുന്നില്ല ബാലനെ കൊല്ലുക എന്നുള്ളത്, വാൾ കൊണ്ട് കൊന്ന് ദൈവത്തിൻ്റെ യാഗവസ്തുവാക്കി മാറ്റുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരുന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നില്ല. പിന്നെയോ ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ മകനെ യാഗമായി കൊടുക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ അല്ല അബ്രഹാം യാഗമായി കൊടുക്കുന്നത്. അബ്രഹാം ചിന്തിച്ചു വെച്ചിരുന്നത്, എൻ്റെ മകനെ ദൈവം ചോദിച്ചു, ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ വേറൊന്നും അബ്രഹാം മനസ്സിലാക്കിയില്ല. ഈ ഒരു കൺസെപ്റ്റോടുകൂടിയാണ് അബ്രഹാം അത് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നത്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇവിടെ വായിച്ചിട്ട് ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, വേഴ്സ് 1. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, അപ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോട്ട് ചെയ്താട്ട്, ഗോഡ് നെവർ ടെംപ്റ്റ് എനിവൺ വിത്ത് ഈവിൾ. ഗോഡ് നെവർ ടെംപ്റ്റ് എനിവൺ വിത്ത് ഈവിൾ. ദൈവം ദോഷങ്ങൾ വെച്ചുകൊണ്ട് ആരെയും പരീക്ഷിക്കുന്നില്ല. ദൈവം അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമല്ല. ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കപ്പെടാത്തവനാണ്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 13. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. വേർഡ് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്നോ ആരും പറയരുത്. ഇവിടെ യൂസ് ചെയ്ത വേർഡ് ടെംപ്റ്റ്. നോട്ട് ചെയ്താട്ട്, ടെംപ്റ്റ്. എവറി ടെംപ്റ്റേഷൻ ഈസ് ഫ്രം ഈവിൾ. സകലവിധമായിരിക്കുന്ന പരീക്ഷകളെന്ന് പറയുമ്പോൾ വശീകരണങ്ങളും ദുഷ്ടനിൽ നിന്ന് ഉളവാകുന്നു. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 13. ബട്ട് എന്ത് സംഭവിക്കുന്നു? താഴത്തെ വാക്യം അതുകൂടെ താഴോട്ട് വായിച്ചാട്ട്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഗോഡ് നെവർ ടെംപ്റ്റ് എനിവൺ. ദൈവം ആരെയും ഒരിക്കലും വശീകരിക്കുന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു ദൈവം? ഗാഡ് ടെസ്റ്റ്. ദൈവം പരീക്ഷിക്കുന്നു. മലയാളത്തിൽ 2 വേർഡും ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ട് വേർഡാണ്. ഒന്ന് ടെംപ്റ്റ്, 2 ടെസ്റ്റ്. അപ്പോൾ ഗാഡ് ടെസ്റ്റ് എവരിവൺ. ദൈവം എല്ലാവരെയും പരീക്ഷിക്കും. പക്ഷെങ്കിൽ ദൈവം എല്ലാവരെയും എന്ത് ചെയ്യത്തില്ല? ടെംപ്റ്റ് ചെയ്യത്തില്ല. വായിച്ചോട്ടെ, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 12. നമ്മൾ ഈ വിഷയം ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല. വായിച്ചോട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇവിടെ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും എന്തോ ഉണ്ട്? പരീക്ഷയുണ്ട്. പരീക്ഷയില്ലാത്ത ഒരൊറ്റ മനുഷ്യനും ഈ ലോകത്തിലില്ല. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഈ അനുഭവം ഉണ്ടാകും. പരീക്ഷയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായിട്ട് ആരും കാണത്തില്ല. നിങ്ങൾക്കറിയാം, 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടന്ന തൻ്റെ ശിഷ്യന്മാരെ വരെ പരീക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആര് മുഖാന്തരമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു? പിശാചിനാൽ. എന്താ ചെയ്തത്? നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനായിട്ട് പത്രോസിനിടയായിത്തീർന്നു. കർത്താവ് തന്നെ പറഞ്ഞു, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യമുണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് പത്രോസ് വീണുപോയി. വീണ്ടും തിരിഞ്ഞു മടങ്ങി വന്നു. എന്നിട്ട് നിന്റെ സഹോദരന്മാരെ നീ ഉറപ്പിച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാനത്ത്, ദൈവം ടെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ ടെസ്റ്റിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ടെസ്റ്റിലും 2 കാര്യം. ഒന്ന്, നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം ചെയ്തായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഡു യു ലവ് മീ? നീ മോർ ദാൻ ഇസ്ഹാക്ക്. നീ ഇസ്ഹാക്കിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്, ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റെന്തെങ്കിലും സ്നേഹിക്കുന്നുവെന്നോ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിനെ നമ്മൾ അനുസരിക്കുമോ അതോ നമ്മൾ ദൈവത്തെ അനുസരിക്കുമോ?
രണ്ട് വേർഡാണ് ഈ ടെസ്റ്റിൽ നടക്കുന്നത്. ഒന്ന് ലവ്, രണ്ടാമത്തത് ഒബീഡിയൻസ്. ഇത് രണ്ടും ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഏതിനെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണം ഈ വേർഡ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് ടെസ്റ്റുകളും ഈ രണ്ട് കാര്യങ്ങളായിരിക്കും വെളിപ്പെടുത്തുന്നത്. ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവോ അതോ മറ്റുള്ളതിനെ സ്നേഹിക്കുന്നുവോ. രണ്ട്, ഞാൻ ദൈവത്തെ ആണോ അനുസരിക്കുന്നത് മറ്റുള്ളവരെക്കാളും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനാണ് ഒരു ടെസ്റ്റിൽ കൂടെ ദൈവം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇയ്യോബിൻ്റെ ജീവിതത്തെ ദൈവം വിട്ടുകൊടുത്തു. സാത്താനാണ് കൊണ്ട് പരീക്ഷകൾ കൊടുത്തത്. ദൈവമാണ് ടെസ്റ്റിന് വേണ്ടി അലവ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ആ വേദവാക്യം പഠിക്കുമ്പോൾ നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ദൈവം നിൽക്കുമ്പോൾ സാത്താനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവം ഒരു ചോദ്യം സാത്താനോട് ചോദിക്കുന്നു. സാത്താൻ അല്ല ദൈവത്തോട് പറയുന്നത്, ദൈവമാ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ ഇയ്യോബ് എന്നുള്ള വിഷയം ആദ്യം കൊണ്ട് പ്രസൻറ്റ് ചെയ്തത് സാത്താനല്ല, പകരം ദൈവമാണ്. ദൈവത്തിന് നന്നായിട്ടറിയാം ഈ പുള്ളി വന്നതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവം ഇത് സംസാരിക്കുവാനിടയത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം അലവ് ചെയ്തു അവൻ്റെ വിശ്വാസം എങ്ങനെയുണ്ടെന്നറിയുവാൻ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ ത്യജിച്ചു കളയുമോ എന്നറിയുവാൻ, ദൈവത്തെ ഉപരിയായി സ്നേഹിക്കുന്നുവോ എന്നറിയുവാൻ. ആ ടെസ്റ്റിൽ കൂടെ കടന്നുപോയതായിരിക്കും സ്ഥാനത്ത് ഇവിടെ നമ്മൾ കാണുന്നത് ഇയ്യോബ് അതിനകത്ത് ജയാളിയായി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ദോഷങ്ങളാൽ നമ്മളെ എന്ത് ചെയ്യുന്നില്ല? പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ദൈവമല്ല ദോഷം നമുക്ക് തരുന്നത്. ഏത് ദോഷത്തിൻ്റെ കാരണമായിരുന്നാലും അത് ദുഷ്ടപിശാചായിരിക്കും നമുക്ക് തരുന്നത്. ശ്രദ്ധിക്കണം ഈ വേർഡ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാനൊരു ദൈവ പൈതലായിരിക്കുന്നിടത്തോളം കാലം ദുഷ്ടന് എൻ്റെ ജീവിതത്തിന്മേൽ യാതൊരു അവകാശവുമില്ല. കാരണം ഞാൻ സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. സാത്താൻ്റെ അധീനതയിൽ നിന്ന് ദൈവത്തിൻ്റെ മകനായി ഞാൻ മാറ്റപ്പെട്ടു. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഒരു പൊസഷനായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഒരു വകയായതുകൊണ്ട് ദുഷ്ടനായിരിക്കുന്ന ഈ പിശാചിന് എൻ്റെ ജീവിതത്തിന്മേൽ യാതൊരു അവകാശവുമില്ല. അവകാശം എടുക്കണമെങ്കിൽ ദൈവം കൊടുക്കുന്ന അവകാശം മാത്രമേ ദുഷ്ടന് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ജീവിതത്തിൽ ദുഷ്ടനെ ഒരു സമയം അലവ് ചെയ്യുന്നു. അത് എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകും. അത് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ വെളിപ്പെടുവാനായിട്ടിടയായി തീരും. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ കഷ്ടതയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പടിപടിയായിട്ട് അബ്രഹാമിൻ്റെ കഷ്ടത കുറഞ്ഞുകൊണ്ടല്ല പോയത്, വർദ്ധിച്ചുകൊണ്ടാണ് പോയത്. ഒരു ലെവൽ വരെ, ദൈവം വെച്ചിരിക്കുന്ന അളവ് വരെ, അനുഗ്രഹം അനുഭവിക്കേണ്ട സമയം വരെ അബ്രഹാമിൻ്റെ കഷ്ടത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ഇന്നലത്തെ കഷ്ടതയായിരിക്കത്തില്ല ഇന്ന് നമുക്ക് കടന്നു വരുന്നത്, ഇന്ന് അതിനേക്കാൾ ഉപരിയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നലത്തെ വിജയം ഇന്നത്തെയും വിജയം തന്നെ ആയിരിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എന്താ നമുക്ക് വേണ്ടത്? ഇവിടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എങ്കിൽ, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ ടെസ്റ്റിങ്ങിൽ നമ്മൾ വീണു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹം അതായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ ടെസ്റ്റ് കടന്നു വന്നപ്പോൾ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ തുടർന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ. ഒന്ന്, എന്തുകൊണ്ട് അബ്രഹാം തൻ്റെ മകനെ യാഗമായി കൊടുക്കുവാനിടയായിത്തീർന്നു? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അബ്രഹാമിൻ്റെ മുൻപിൽ ഉണ്ടായത്. രണ്ട് കാരണങ്ങൾ കൊണ്ട് അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് നടക്കുന്ന വിഷയമാണ്. ഒരു സൈഡിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം, മറു സൈഡിൽ ദൈവം അത് തിരിച്ചു ചോദിക്കുന്നു. ആ വാഗ്ദത്തത്തിന് നിവർത്തീകരണം ഇതുവരെ നടന്നിട്ടില്ല, ഇനിയും അത് നടക്കുവാനുണ്ട്. ഇസ്ഹാക്കിൽ ജനിക്കുന്നവരാണോ അബ്രഹാമിൻ്റെ സന്തതിയെങ്കിൽ ഇപ്പോൾ ഇസ്ഹാക്കിനെ യാഗമായി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് തൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ട് അറിയിക്കുന്നത്. എന്തുകൊണ്ട് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു? കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. എന്തുകൊണ്ട് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു? രണ്ട് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, വായിച്ചോട്ടെ എബ്രായ ലേഖനം
11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. 2 പ്രധാനപ്പെട്ട 2 മെയിൻ റീസൺസ്. അതാണ് അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ കൊണ്ട് യാഗമായി കൊടുക്കുവാനുള്ള കാരണം. അതിൽ ദ ഫസ്റ്റ് പോർഷൻ ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 19. അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി. ഈ ഇസ്ഹാക്കിനെ ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ യാഗമായി കൊടുക്കുവാൻ പോകുകയാണ്. എന്നാൽ ഈ ഇസ്ഹാക്കിനെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തൻ. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം ഈ കുഞ്ഞിനെ കൊണ്ട് യാഗമായി കൊടുക്കുമ്പോൾ ദൈവം അവസാനം നിന്ന് കൽപ്പിക്കും, നീ ബാലിൻ്റെ മേൽ കത്തിവെക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെടുമെന്നല്ല അബ്രഹാം ചിന്തിച്ചത്. അബ്രഹാം ഇവിടുന്ന് കടന്നു പോകുന്ന സ്ഥാനത്ത് കടന്നു പോകുമ്പോൾ തന്നെ വ്യക്തമായിട്ട് താൻ മനസ്സിലാക്കി, ഈ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി ഞാൻ യാഗമായി കൊടുക്കുവാൻ പോകുകയാണ്. പക്ഷേ അബ്രഹാം ഒരു കാര്യം കൂടി ഈ ദൈവത്തെ മനസ്സിലാക്കി. എന്താ ഈ ദൈവത്തെ മനസ്സിലാക്കിയത്? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അവൻ ശക്തനെന്ന് അബ്രഹാം മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്രകാരമുള്ളൊരു ചിന്ത അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് വരെയുള്ള കാലങ്ങളെ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനും മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ടുള്ള ചരിത്രം പറഞ്ഞിട്ടില്ല. ഒരേ ഒരു ചരിത്രം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളത്. അത് ഹാനോക്കിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാം. എന്നാൽ മരിച്ചവർ ഉയർത്തതായിരിക്കുന്ന ഒരു ഇൻസിഡൻസ് പോലും അബ്രഹാമിൻ്റെ ഈ പർട്ടിക്കുലർ കാലം വരെ ആരും തന്നെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഈ ദൈവത്തെ അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അബ്രഹാം ഒരു കാര്യം മനസ്സിലാക്കി, ഈ ദൈവം കഴിവുള്ളവനാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എൻ്റെ മകനെ എഴുന്നേൽപ്പിക്കുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് അബ്രഹാമേ നീ ഇത് മനസ്സിലാക്കി? എന്താണ് ഈ ദൈവത്തിൻ്റെ, ഈ ദൈവം ഇതുവരെ ആരും മനസ്സിലാക്കാത്ത വിധത്തിൽ ഈ ദൈവത്തെ നീ എന്തുകൊണ്ട് മനസ്സിലാക്കി? അബ്രഹാമിന് ഒരു കാര്യം അറിയാം, എന്നോട് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്, അവൻ വിശ്വസ്തനാണ്. എന്താ വിശ്വസ്തത എന്നറിയാമോ? ഇസ്ഹാക്കിൽ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടണമെങ്കിൽ ഈ സാറയിൽ നിന്ന് വേറൊരു കുഞ്ഞിനെ തന്നിട്ട് ആ കുഞ്ഞിനെ ഇസ്ഹാക്ക് എന്ന് പേര് വിളിക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ മകനെ കൊണ്ട് ഞാൻ യാഗമായി കൊടുക്കുമ്പോൾ ആ മകൻ യാഗവസ്തുവായി തീർന്ന് ഒരു ചാരമായിട്ട് മാറ്റപ്പെടുന്ന ആ ചാരത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിന് ഇസ്ഹാക്കിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, താൻ മനസ്സിലാക്കിയൊരു വിഷയമുണ്ട്. ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തൻ. അബ്രഹാമേ, നിനക്കെവിടുന്ന ഈ പ്രബോധനമൊക്കെ കിട്ടിയത്? അബ്രഹാമിന് ഈ പ്രബോധനം കിട്ടുവാൻ ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാരണമുണ്ട്. ഒരിക്കൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം കടന്നു വന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന സംഭവം എന്ന് പറയുന്നത്, മരിച്ച കുറച്ച് പേരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ജീവിപ്പിക്കുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം ജീവിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആരെയാ ജീവിപ്പിച്ചെന്നറിയാമോ? വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി, ജനസിസ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 7, 17 and 18. നിങ്ങൾക്കറിയാം, അബീമേലെക്കിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അബീമേലെക്കും ബാക്കിയുള്ളവരും ഇപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന സാറ അബീമേലെക്കിൻ്റെ കൊട്ടാരത്തിൽ കടന്നു പോകേണ്ടി വന്നു. ആ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം രാത്രിയിൽ ഇടപെട്ട അബീമേലെക്കിന് ഒരു അരുളപ്പാട് കൊടുത്തു, ആ സ്ത്രീയുടെ മേൽ നീ കൈവെക്കരുത്. ആ സ്ത്രീ ഒരു പുരുഷൻ്റെ ഭാര്യയാണ്. അബീമേലെക്ക് ചോദിച്ചു, ദൈവമേ, എൻ്റെ ഭാഗത്ത് അനീതിയൊന്നുമില്ല. ആ പുരുഷൻ തന്നെ പറഞ്ഞു, ഇത് പെങ്ങളാണെന്ന് പറഞ്ഞാൽ വന്നത്. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ആ കുഞ്ഞെ ഞാൻ ഇടയ്ക്ക് വന്ന് ഇടപെട്ടത്, നീ അവൻ്റെ മേൽ കൈവെക്കരുത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? 17-18 വാക്യത്തിലേക്ക് വന്നാട്ട്. ആ ആ ആ പ്രൈസ് ഗാഡ്. അപ്പോൾ ഇത്രയും കാലം അവരാരായിരുന്നു? ജീവനിൽ തന്നെ ജീവിക്കുന്നവരാണെങ്കിലും ജീവനില്ലാത്തവർ, ജീവിപ്പിക്കുവാനായിട്ട് കഴിവില്ലാത്തവർ. എന്നാൽ ഈ സ്ഥാനത്ത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അബ്രഹാം അബീമേലെക്കിനും അവൻ്റെ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ ഗർഭഫലത്തെ തുറന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ അബ്രഹാമിൽ കൂടെ വെളിപ്പെടുക.
ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ അബ്രഹാമിൽ കൂടെ കാണുവാൻ ഇടയായിത്തീരുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അബ്രഹാം ഒരു മനുഷ്യനെയും ഇതുവരെ ജീവിപ്പിച്ചിട്ടില്ല എങ്കിലും ഈ പർട്ടിക്കുലർ സമയത്ത് ഒരു 10 പേരെ കൊണ്ട് അബ്രഹാമിൻ്റെ മുമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 10 പേരെയും ചടചടയെന്ന് അബ്രഹാം ജീവിപ്പിക്കുമായിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? ഈ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്ന ഒരു പ്രകടനം മാത്രമാണ്. അകത്ത് നടക്കേണ്ടത്, ജീവിപ്പിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം അകത്ത് നടക്കേണ്ടത്. ഈ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ശക്തനെന്ന് എൻ്റെ ഉള്ളത്തിൽ ഒരു ഫേം ബിലീഫ് ഉണ്ടെങ്കിൽ, എൻ്റെ ഉള്ളത്തിൽ ഒരു പൂർണ്ണമാർഗിക വിശ്വാസമുണ്ടെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. പക്ഷെങ്കിൽ പലപ്പോഴും നടക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടി അവിശ്വാസം കൂടെ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അബ്രഹാം ഒന്ന് മനസ്സിലാക്കി. ആരെ മനസ്സിലാക്കി? ദൈവത്തെ മനസ്സിലാക്കി. ആരെന്ന് മനസ്സിലാക്കി? ഈ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ശക്തനെന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി. തൻ്റെ മകനെ കൊണ്ട് യാഗമായി കൊടുക്കുവാനുള്ള കാരണം അതാ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും ഏറ്റെടുക്കേണ്ടത് ഒരു കാര്യമാണ്. ദൈവം ആരെന്ന് എൻ്റെ വാ കൊണ്ട് പറയുവാനല്ല, അതെൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി തീരുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഉള്ളിൽ കൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അൺലെസ് ആൻഡ് അണ്ടിൽ ഈ ദൈവത്തെ ആരെന്ന് വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ കരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ, അത് എൻ്റെ ഉള്ളത്തിൽ ഒരു ഫേമായിരിക്കുന്ന ഒരു ബോധ്യമില്ലാതെ എൻ്റെ നാവിൽ കൂടെ ഏത് വാക്ക് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വരേണ്ടത് എന്നാണെന്നറിയാമോ? ഒന്നാമത് അകമേയുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അകത്ത് വരുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ദൈവം നിങ്ങൾക്ക് പരമേൽപ്പിച്ചിട്ടുള്ള വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന് അനുസൃതമായിട്ടൊരു വേർഡ് നിങ്ങളുടെ നാവിൽ കൂടെ വെളിപ്പെടുന്നുവെങ്കിൽ അവിടെ ദൈവശക്തിയുണ്ട്. അകത്ത് വിശ്വാസമില്ലാതെ എന്തെല്ലാം പറഞ്ഞാലും അതിനകത്ത് യാതൊരു വിധമായിരിക്കുന്ന ഗുണങ്ങളുമില്ല. നമ്മൾ ഒരു സമയത്ത് നമ്മൾ പഠിക്കുകയുണ്ടായി ഇൻഎഫക്റ്റീവ് ഫെയ്ത്ത് അഥവാ നോ ഫെയ്ത്ത്. ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നോ ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവരെന്ത് ചെയ്യും? അവരൊത്തിരി പ്രസംഗിച്ചു കൊണ്ടിരിക്കും, പക്ഷെ എന്ത് കാണത്തില്ല? നോ വർക്ക്സ്. എന്താ അതിൻ്റെ പ്രശ്നം? എന്ന് അകത്ത് വിശ്വാസമില്ല. അകത്ത് ദൈവം ആരെന്നുള്ളത് ഒരു 100 വാക്ക് നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിലും എൻ്റെ ഉള്ളിൽ ആ ദൈവം ശക്തനെന്നുള്ളത് എൻ്റെ ഉള്ളിൽ അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം എന്നിൽ കൂടെ ഒന്നും നടക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ അകത്തുള്ള ചിന്ത പോലെ, എൻ്റെ പ്രവൃത്തി പോലെ വാക്ക് വരണം. തിരിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അതല്ല കർത്താവേ വേണ്ടത്, എൻ്റെ വാക്ക് പോലെ എൻ്റെ പ്രവൃത്തിയോട് ആകണം. പ്രവൃത്തി പോലെ വാക്കായിക്കഴിഞ്ഞാൽ വലിയ ദോഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ അകത്ത് ഈ ദൈവം ആര്? അബ്രഹാം അത് മനസ്സിലാക്കി. ഈ ദൈവം ആര്? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അവൻ ശക്തൻ. വായിച്ചാട്ട് അബ്രഹാമിൻ്റെ പ്രത്യേകത. റോമലേഖനം 4-ാം അധ്യായം അതിലെ 17-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 4:17. അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. എനിക്ക് അതിന് അടുത്ത വാക്യം കൂടെ വളരെ ഇഷ്ടമാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത് അറിയാമല്ലോ? ആ വാക്യം പറയുന്നത് അബ്രഹാമിനെ കുറിച്ച്. എന്താ അബ്രഹാമിൻ്റെ 2 പ്രത്യേകതകളെക്കുറിച്ച് അവിടെ പറയുന്നു. 1, മരിച്ചവരെ ജീവിപ്പിക്കുവാൻ അവൻ ശക്തൻ. 2, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവരുവാൻ അവൻ ശക്തൻ. താഴെ 16-ാമത്തെ വാക്യം, വേഴ്സ് 16. വാഗ്ദത്തം സകല സന്തതിക്കും. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക്. ഇവിടെ എന്ത് പറയുന്നു? അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ അബ്രഹാം ഒരു വിശ്വാസമുള്ള പിതാവാണ്. അബ്രഹാമിന് വലിയ കാര്യം ചെയ്യുവാൻ സാധിച്ചു. അത് അബ്രഹാം ആയതുകൊണ്ട് ചെയ്തുവെന്നല്ല ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഇന്ന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മളും ആരാന്നാണ് പറയുന്നത്? ആരാകണമെന്നാണ് പറയുന്നത്? അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാകണമെന്ന് എന്ന് പറഞ്ഞാൽ അബ്രഹാം ചിന്തിച്ചത്, അബ്രഹാം ദൈവത്തെ മനസ്സിലാക്കിയത്, അത് എനിക്കും മനസ്സിലാക്കുവാൻ ഇടയാകണം.
എന്താ അബ്രഹാം മനസ്സിലാക്കിയത്? അബ്രഹാം മനസ്സിലാക്കി മരിച്ചവരെ ജീവിപ്പിക്കുവാൻ അവൻ ശക്തൻ. മരണത്തിൻ്റെ യാതൊന്നും അബ്രഹാമിന് മുമ്പ് വന്നിട്ടില്ല. അബ്രഹാം മരിച്ചവരെ ആരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. വേദപുസ്തകം, ചരിത്രം അതൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ അബ്രഹാം ഒരു കാര്യം ചെയ്തു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ മകനെ യാഗമായി കൊടുക്കുന്ന സമയത്ത് അബ്രഹാം മനസ്സിലാക്കി ഈ മകനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തൻ. എൻ്റെ ഭാഷയിൽ ഞാൻ പ്രകാരം പറയും, ഈ ചാരത്തിൽ നിന്ന് തിരിച്ച് ഇസ്ഹാക്കിനെ കൊണ്ടുവരുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. എന്താ വിശ്വസിക്കുവാൻ കാരണം? അബ്രഹാമിനറിയാം, ദൈവം എന്നോട് കൽപ്പിച്ചത് ഇസ്ഹാക്കിൽ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇസ്ഹാക്കിൽ ജനിക്കുന്നവരാണ് നിന്റെ സന്തതിയെങ്കിൽ ഈ ഇസ്ഹാക്ക് ഇവിടുന്ന് മാറ്റപ്പെട്ടാലും ഈ അതേ ഇസ്ഹാക്ക് ജനിക്കാതെ, അതേ ഇസ്ഹാക്ക് മടങ്ങി വരാതെ ഈ കാര്യം നടക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ തലേ ദിവസം രാത്രിയിലായിരിക്കും സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പെട്ടുകൊണ്ട് വിളിച്ചത് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. അബ്രഹാം എഴുന്നേറ്റ് ദൈവമാണല്ലോ എന്ന് കരുതി ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമേ, നീ ഒരു കാര്യം ചെയ്ത് നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? മോരിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കുവാൻ പറഞ്ഞു. അബ്രഹാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടന്നു വരും. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ തിരുവചന ഇപ്രകാരം പറയുന്നു, അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റു. എന്നിട്ട് താഴെ പറയുന്നൊരു വേർഡുണ്ട്, 2 ബാല്യക്കാരും കഴുതയും. കഴുതയുടെ പുറത്ത് വിറകുമായിട്ട് അബ്രഹാം പോയി തൻ്റെ മകനും കൊണ്ട് കൂടെ പോകുന്ന സമയത്ത് പോയി അവിടെ യാഗത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ അബ്രഹാം പറഞ്ഞൊരു വേർഡ് വളരെ ചിന്തിക്കേണ്ടതാണ്. എന്താ പറഞ്ഞ വേർഡ്? 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ജനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 5. അബ്രഹാം പറഞ്ഞത് എന്തോ ഒരു സന്ദർഭവശാല പറഞ്ഞു പോയ വേർഡല്ല. ഹി ന്യൂ. എന്തുവാ പറഞ്ഞത്? നിങ്ങളിവിടെ ഇരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണമുണ്ട്, ഇവരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നടക്കത്തില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ഈ കഴുതയും കൂടെ അവിടെ നിർത്തിയേച്ച് പോയത്? ബാലൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ഹാക്കിൻ്റെ ചുമലിലാണ് ഈ വിറകിട്ടും വെച്ചുകൊണ്ടാണ് പോയത്. കഴുതയും 2 ദാസന്മാരെയും കൂടെ ഇവിടെ താഴെ നിർത്തിയിട്ടാണ് പോയത്, ദൂരെ കണ്ട സ്ഥലത്തോട്ടാണ് പോയത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ ഒരു വേർഡ് പറയുന്നത്, ഞാനും ബാലനും കൂടെ അവിടത്തോളം പോയി ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരാം. ഞാൻ ഒറ്റയ്ക്ക് പോരുമെന്നല്ല അബ്രഹാം പറഞ്ഞത്. അബ്രഹാമിന് ഒരു കാര്യം അറിയുക, ഞാൻ അങ്ങോട്ട് എൻ്റെ മകനെ യാഗമായി കൊടുക്കുവാൻ പോകുകയാണ്. അവൻ അല്പസമയത്തുള്ളിൽ ചാരമായി തീരുവാൻ ഇടയായിത്തീരും. എന്നാൽ ആ ചാരം വാരിക്കൊണ്ടല്ല ഞാൻ വരാൻ പോകുന്നത്, എൻ്റെ മകനെയും കൊണ്ട് ഞാൻ മടങ്ങി വരും. ശ്രദ്ധിക്കുക, വിശ്വാസം എന്തായിരുന്നു? കണ്ണുമടച്ച അബ്രഹാം അങ്ങ് വിശ്വസിക്കുക. കാരണമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നിറവേറ്റപ്പെടാതെ കിടക്കുന്നത്. ശ്രദ്ധിക്കുക ഈ വേർഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടാതെ കിടക്കുന്നുവെങ്കിൽ ഇന്ന് ഈ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിൻ്റെ പർപ്പസ് അല്ല. ഇത് നഷ്ടപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം ഒരിക്കൽ പോലും തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാതെ പോകത്തില്ല. പക്ഷെ എന്താ വേണ്ടത്? അബ്രഹാമിൻ്റെ വിശ്വാസം എനിക്കും നമുക്കും വളരെ ആവശ്യമാണ്. ആ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. 2-ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, എന്താണ് അബ്രഹാം മനസ്സിലാക്കിയത്? വായിച്ചോട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 19 ഒരിക്കൽ കൂടെ 18-19 വാക്യം. ഇത് സംഭവിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിച്ചു. എന്താ ദൈവം അബ്രഹാം മനസ്സിലാക്കിയത്? റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19. 2-ാമത്തെ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവൻ, who call those things which are not as though they are. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ. നമ്മൾ ഈ വിഷയം നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാ. ദൈവത്തിൻ്റെ പ്രത്യേക വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, ഇരുട്ടിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്ന ഒരു ദൈവം, മുഴുവൻ ഇരുട്ടാ. പക്ഷേ ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് ദൈവം ഒരു വേർഡ് കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? വെളിച്ചമുണ്ടാകട്ടെ. ഇല്ലാത്തതാ. പക്ഷെ ദൈവം വിളിച്ചപ്പോൾ വെളിച്ചം വരുമോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ദൈവത്തിനില്ല. ഒരു കാര്യം ദൈവത്തിനറിയാം, ഈ പറഞ്ഞത് സംഭവിക്കും. ഇല്ലാത്തതിനെ ഉള്ള പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗം കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലാക്കി, ഈ മകനെ കൊണ്ടേ ഞാൻ മടങ്ങി വരത്തുള്ളൂ. ദൈവം വാഗ്ദത്തം ചെയ്തത് നിറവേറ്റപ്പെടുവാൻ ദൈവം ശക്തൻ.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ദൈവം ഈ ഒരു ആവശ്യം അബ്രഹാമിനോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ഹാക്കിനെ കുറിച്ച് ദൈവം പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 22-ാം അധ്യായം 2-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന 4 സ്പെഷ്യാലിറ്റീസ് ഓഫ് ഇസ്ഹാക്ക്. ദൈവത്തിൻ്റെ ആ വിളി കിട്ടുമ്പോൾ 4 ഇസ്ഹാക്കിനെ അത് വീണ്ടും വീണ്ടും ദൈവം എംഫസിസ് ചെയ്യുക. കാരണം ഇസ്ഹാക്ക് തൻ്റെ മുൻപിൽ ഒരു വലിയ ഒരു പിക്ചറായിട്ട് ഇവിടെ നിൽക്കുക. എന്താ? വായിച്ചോട്ടെ 4 കാര്യങ്ങൾ. 1, നിന്റെ മകൻ ഇസ്ഹാക്ക് എന്ന് പറയുന്നത് യുവർ സൺ. 2, ദ സൺ യു ലവ്, നീ സ്നേഹിക്കുന്ന മകൻ. 3, നിന്റെ ഏകജാതൻ, ദ ഓൺലി ബിഗോട്ടൻ സൺ. 4, അവൻ്റെ പേര് ഇസ്ഹാക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കൊടുക്കുന്ന ഈ ഇൻഫർമേഷൻ, ദൈവം ഒരു കമാൻഡ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ദൈവം ഒന്ന് അരുളി ചെയ്യുമ്പോൾ ഭാഗികമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സ്റ്റെപ്പും ഇവിടെ ഇല്ല. വളരെ ക്ലിയറായിട്ട് ദൈവം പറഞ്ഞു ആരെയാണോ എനിക്കിവിടെ യാഗമായി കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, അവിടെ സ്ഥലം പറഞ്ഞു. എവിടെ കൊടുക്കണം? ഞാൻ നിന്നോട് പറയുന്ന ഏത്? വായിച്ചേട്ടാ വാക്യം ഒരിക്കൽ കൂടെ. മോരിയ ദേശി എന്ന്. എവിടെയാണ് ഈ മോരിയ ദേശം? വായിച്ചോ. 2 Chronicle chapter 4 chapter 3, 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 3:1. പർവ്വതത്തിൽ ദാവീദ് ദൈവത്തിന് യാഗം കഴിക്കുവാൻ വേണ്ടി യെബൂസ്യനോട് മേടിച്ച സ്ഥലം, ആ സ്ഥലമായിരുന്നു. ആ സ്ഥലം എവിടെ ഉള്ളതായിരുന്നു? അവിടെയാണ് എന്ത് പണിതത്? ആലയം പണിതത്. അപ്പോൾ ഈ പറയപ്പെടുന്ന പർവ്വതം എവിടെ ആയിരുന്നു? എവിടെ ആലയം? എവിടെ ഉള്ളത്? മോരിയ മലയിൽ. എവിടെ ആലയമുള്ളത്? യെരുശലേമിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ പർട്ടിക്കുലർ സ്ഥലമാണ് സ്വർഗ്ഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ യാഗമായി കൊടുക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. എക്സാക്ട്ലി ദ സെയിം പ്ലേസ്. അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലം, അത് മോരിയാദേശം. ഞാൻ നിന്നോട് കാണിക്കുന്ന പർവ്വതത്തിലേക്ക് നീ ചെല്ലുക, അവിടെ ഞാൻ നിന്നോട് കാണിക്കുന്ന സ്ഥലം. അപ്പോൾ ആ സ്ഥലത്താണ് നീ യാഗം കഴിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, കാലങ്ങൾക്ക് മുമ്പായിട്ട്, എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പായിട്ട് അബ്രഹാം തൻ്റെ മകനെ കൊണ്ട് യാഗം അർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതേ സ്ഥലം തന്നെയാണോ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു ഞാൻ പറയാം. സ്വർഗം തൻ്റെ പുത്രനെ യാഗമായി കൊടുക്കുവാൻ തിരഞ്ഞെടുത്ത അതേ സ്ഥലത്തിലേക്കാണോ ദൈവം അബ്രഹാമിനെ നയിക്കുവാൻ ഇടയായിത്തീർന്നത്. ഒരേ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നത് പോലെ ആ കാൽവറിയിലേക്കാണ് ഈ അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗമാക്കുവാനായിട്ട് കൊണ്ടുപോയത്, ആ പർവ്വതത്തിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്, ഈ 2 യാഗങ്ങൾക്ക് തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒന്ന്, അബ്രഹാം തൻ്റെ ഏകജാതനാകുന്ന ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുന്നത് പോലെയാണ്. അത് വെറും നിഴൽ മാത്രമായിരുന്നു. അതിൻ്റെതായിരിക്കുന്ന വാസ്തവം, റിയാലിറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ യാഗമായി കൊടുക്കുന്നത്, തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ സ്വർഗത്തിലെ ദൈവം ദാനമായി കൊടുക്കുന്നതായിരുന്നു ദൈവത്തിന് മുൻപിൽ ദൈവം കാണുവാൻ ആഗ്രഹിച്ചത്. ആ സ്ഥലത്തിലേക്കാണ് ദൈവം അബ്രഹാമിനെ നയിക്കുവാനായിട്ടിടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 യാഗങ്ങൾ തമ്മിൽ വലിയ ബന്ധം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ യാഗവസ്തുവായിരിക്കുന്ന ഇസ്ഹാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ കർത്താവായ യേശുക്രിസ്തു നിഴലായി നിൽക്കുമ്പോൾ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഇസ്ഹാക്ക് ഒരു കൊച്ചു കുഞ്ഞായിട്ട്, ഒരു ചെറിയ പയ്യനായിട്ട്, കഴിവില്ലാത്ത ഒരാളായിട്ടല്ല ഇസ്ഹാക്കിനെ അബ്രഹാം പിടിച്ച് ഈ യാഗപീഠത്തിന്മേൽ കിടത്തിയത്. നിങ്ങൾക്കറിയാം, ഇസ്ഹാക്കിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാഗത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകട്ടെ. 23-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകാം. ചാപ്റ്റർ 23, ജനസിസ് 23:1. സാറയ്ക്ക് 127 വയസ്സ്. 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അറിയുന്നത് അബ്രഹാം പരിച്ഛേദന ഏൽക്കുവാൻ ഇടയായിത്തീർന്നു.
അബ്രഹാം പരിച്ഛേദനയിലേക്ക് 99-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് കുഞ്ഞ് ജനിച്ചത് 100-ാമത്തെ വയസ്സാകുന്നു. സാറയുടെ വയസ്സെന്ന് 90-ാമത്തെ വയസ്സാണെങ്കിൽ ഈ 21-ഉം 22-ഉം അധ്യായങ്ങൾ 23-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഏതാണ്ട് 37 വർഷത്തിൻ്റെ ഇടവേളയാണോ 22-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്? വായിച്ചോ പെട്ടെന്ന്. 21-ാം അധ്യായം 21-ാമത്തെ വാക്യം, 17-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചാൽ. ഉൽപ്പത്തി 17:25. ഉൽപ്പത്തി 17:25. അവൻ്റെ മകനായ ഇസ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായത്. ശ്രദ്ധിച്ചോണേ എൻ്റെ വേർഡ്. അപ്പോൾ ഇസ്മായേൽ പരിച്ഛേദനയേറ്റപ്പോൾ വയസ്സ് 13 ആയിരുന്നു. ആ സമയത്ത് അബ്രഹാമിൻ്റെ വയസ്സ് 99. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ 99-ാമത്തെ വയസ്സിലും ഇസ്മായേലിൻ്റെ 13-ാമത്തെ വയസ്സിലും അവർ പരിച്ഛേദന ഏറ്റുവെങ്കിൽ ഈ തുടർന്ന് 21-ാം അധ്യായത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ട് 21-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യം, വേഴ്സ് 21. അവൻ്റെ അമ്മ ആര്? ഹാഗാർ മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്മായേലിന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്മായേൽ ഏത് പ്രായത്തിൽ നിൽക്കുക? ഏത് പ്രായമായി? വിവാഹപ്രായമായി. നിങ്ങൾ മനസ്സിലാക്കണം, എത്രാമത്തെ വയസ്സിലാണ് ഇസ്മായേൽ പരിച്ഛേദനയേറ്റ്? 13-ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇസ്ഹാക്കിന് 1 വയസ്സായപ്പോൾ ഇസ്മായേലിൻ്റെ വയസ്സ് 14. കാരണം ഈ 99 കഴിഞ്ഞ് 100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് മകൻ ജനിക്കുന്നത്. ഈ സംഭവം നടന്ന് നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ സാറായുടെ 90-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഇസ്ഹാക്ക് ജനിച്ചുവെങ്കിൽ ഇവർ തമ്മിലുള്ള വയസ്സിൽ വ്യത്യാസമെന്ന് പറയുന്നത് ഏതാണ്ട് 14 വയസ്സ്. ഇസ്ഹാക്കിന് 1 വയസ്സായിരുന്നു, ആ സമയത്ത് ഇസ്മായിലിന് 14 വയസ്സ്. ഇതാണ് വയസ്സിൻ്റെ വ്യത്യാസമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പർട്ടിക്കുലർ സമയത്ത് ഇസ്ഹാക്ക് എന്ന് പറയുന്നത് ഈ ഇസ്മായേൽ വിവാഹം കഴിക്കുവാൻ അന്നത്തെ കാലത്തെ വിവാഹത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 40-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. പോകട്ടെ, അത് 30 ആക്കിക്കോ, എന്നാലും കുഴപ്പമില്ല. 30 ആണെങ്കിൽ തന്നെ ഈ ഇസ്മായേൽ വിവാഹം കഴിക്കുമ്പോൾ ഇസ്ഹാക്കിന് ഏതാണ്ട് 17 വയസ്സാണ് പ്രായം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പനേക്കാൾ ആരോഗ്യമുള്ളൊരു മകനാണ് ഈ സമയത്ത് ഇസ്ഹാക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ വിഷയം അതിനുവേണ്ടി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വന്നേ. ഇസ്ഹാക്ക് എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടിയായിട്ടല്ല. ഇസ്ഹാക്ക് എന്ന് പറയുന്നത് പ്രായബുദ്ധിയായിരിക്കുന്ന ഒരു വ്യക്തി, ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊണ്ട് കെട്ടിപ്പിടിച്ച് യാഗപീഠത്തിൽ കിടത്തുക അല്ല ചെയ്തത്. പിന്നെയോ ഇസ്ഹാക്കിന് ഏതാണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് 17-നും ഏതാണ്ട് വർഷങ്ങൾക്ക് ഇടയിലായിരുന്നു ഇസ്ഹാക്കിൻ്റെ പ്രായമെങ്കിൽ അതുകൊണ്ടാണ് ഈ ഇതുവരെ ചുമന്നുകൊണ്ട് കഴുത വിറക് കെട്ട് ചുമന്നുകൊണ്ട് വന്നുവെങ്കിൽ ഈ മകൻ്റെ തലയിൽ ഈ ചുമട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അബ്രഹാമിനിടയായത്. കാരണം പുള്ളിക്ക് എന്തോ ഉണ്ട്, ഈ വിറക് ചുമക്കാനായിട്ട് എന്തോ കൂടെ ഉണ്ട്, ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യമുള്ളൊരു മകനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരിക നിങ്ങളെ. ആരോഗ്യമുള്ളൊരു മകൻ, വളരെ നല്ല ഒരു 10-17 വയസ്സെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു വളർച്ച എത്തിയ ഒരു മനുഷ്യൻ. ഈ ഒരു ഇസ്ഹാക്കിനെയാണ് അബ്രഹാം കൊണ്ട് യാഗപീഠത്തിൽ കെട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അബ്രഹാമിനോട് പോകുന്ന വഴിക്കും ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ യാഗത്തിന് വിറകുണ്ട്, തീയുമുണ്ട്, എവിടെ യാഗവസ്തു? യാഗത്തിനുള്ള ആട്ടുകൊറ്റൻ എവിടെ? അബ്രഹാമിന് ഒന്നേ പറയാനുള്ളൂ, ദൈവം കരുതിക്കൊള്ളും മകനെ. അപ്പോൾ ഇതുവരെ ഇസ്ഹാക്കിന് അറിയത്തില്ല എന്താ അവിടെ സംഭവിക്കുന്നതെന്ന്. എന്നാൽ ഈ പർട്ടിക്കുലർ സമയത്ത് യാഗപീഠമൊക്കെ പണിതിട്ട് യാഗപീഠത്തിൽ തൻ്റെ മകനെ കൊണ്ട് കിടത്തുന്ന സമയത്ത് വേണമായിരുന്നുവെങ്കിൽ ഈ മകനെ കൊല്ലാൻ പോകുന്നത് മനസ്സിലാക്കിയാൽ ആ കൊച്ചന് വേണ്ടി എടുത്തിയാടിഞ്ഞ് പോരാമായിരുന്നു. പക്ഷെങ്കിൽ ഇസ്ഹാക്ക് അത് ചെയ്തില്ല. ചെയ്യാഞ്ഞൊരു കാരണമുണ്ട്. ഇവിടെ സ്വയമായിട്ട് എൻ്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്ഹാക്ക് ഈ യാഗം അപ്പനോട് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന യാഗവസ്തു ഒരു യാഗവസ്തുവായിട്ട് ഇസ്ഹാക്ക് തീരുമ്പോൾ ആ യാഗവസ്തുവായിട്ട് യാഗപീഠത്തിൽ കൊണ്ട് വെക്കുന്നതായിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ ഇസ്ഹാക്ക് കണ്ടത് ഒരു കാര്യമായിരുന്നു, അപ്പൻ ദൈവത്തെ അനുസരിച്ചുവെങ്കിൽ അതേ അപ്പനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നത് എനിക്ക് നല്ലതാണ്. കൊല്ലാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും ഇസ്ഹാക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ
കൈയും കാലും കെട്ടുവാനായിട്ട് അനവ് ചെയ്ത സമയത്ത് കൈയും കാലും കെട്ടുവാൻ ഇടിയായിത്തീർന്നപ്പോൾ ഒന്നും മിണ്ടാതെ കൈയും കാലും കെട്ടി. എന്താ ഇത് വെളിപ്പെടുത്തിയെന്നറിയാമോ? കാലങ്ങൾക്ക് മുമ്പ്, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവനെ കൊണ്ട് യാഗമായി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നിർബന്ധത്തോടുകൂടി അല്ല, സ്വയമായി യാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് യാഗവസ്തുവാകുന്ന ഇസ്ഹാക്ക് കർത്താവായ യേശു ക്രിസ്തു നിഴലാകുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തു ഇസ്ഹാക്ക് ഒരു വാക്ക് പോലും ഉരിയാടാതെ ദൈവത്തിൻ്റെ യാഗത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ വരും കാലങ്ങൾ ഒരു കർത്താവായ യേശു ദൈവത്തിൻ്റെ ഏകജാതൻ യാഗമായി കൊടുക്കുന്നുവെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവിടെ നടന്നത്. ഞാൻ പറഞ്ഞു വന്നത് വിഷയം മനസ്സിലായോ? ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഒരു വലിയ സാമ്യമുണ്ട്. എന്താ ഇവിടുത്തെ വിഷയം? ഇസ്ഹാക്കിന് സ്വയമായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. ഇസ്ഹാക്കിനെ കൊണ്ട് യാഗപീഠത്തിന്മേൽ കൊണ്ട് കിടത്തി, കൈയും കാലും കെട്ടി, യാഗവസ്തുവായിട്ട് ഇസ്ഹാക്കിനെ വെട്ടുവാനായിട്ട് തുടങ്ങിയ കത്തിയെടുത്ത് വെട്ടുവാനായിട്ട് ഓങ്ങുമ്പോൾ ഒരു ശബ്ദം വീണ്ടും സ്വർഗ്ഗത്തിൽ കേൾക്കുക. താൻ ചിന്തിച്ചതല്ല ഇത് കേൾക്കുമെന്ന്. ദൈവം ഒരു ശബ്ദം കേട്ടു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം വീണ്ടും കേട്ടു. എന്താ സംഭവിച്ചത്? അബ്രഹാം ഒന്ന് തലപൊക്കി നോക്കിയപ്പോൾ അവിടെ കാട്ടിൽ പിടിപെട്ട് കൊമ്പിൽ പിടികെട്ട് കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കണ്ടു. അതിനെക്കൊണ്ട് യാഗമായി കൊടുത്തു, മറ്റൊന്നിനെ യാഗമായി. ഇതെന്തിനെ വെളിപ്പെടുത്തുന്നു? മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മറ്റൊന്ന് യാഗമായി കൊടുക്കുന്നു. ആരായി മറ്റൊന്ന്? യേശു. ഈ ആട്ടുകൊറ്റൻ കഴിവില്ലാത്തതല്ല. പക്ഷേ എന്താ സംഭവിച്ചത്? കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുക, തൻ്റെ ബലമെല്ലാം ഇല്ലാത്തതുപോലെ കൊടുക്കുക. എന്താ കൊടുത്തത്? സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ എന്താ വിഷയം നടന്നത്? ഇവിടെ എന്ത് സംഭവിച്ചു? എന്താ ഇവിടെ സംഭവിച്ചത്? സ്വർഗ്ഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ബാലന്റെ മേൽ നീ കൈവെക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ യാഗം അബ്രഹാം കൊടുക്കുവാൻ ഇടിയായിത്തീർന്നപ്പോൾ അബ്രഹാമിൻ്റെ കൺമുൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇസ്ഹാക്ക്, ഈ യാഗവസ്തുവാകുന്ന ഇസ്ഹാക്ക് ചാമ്പലായി പോയാലും ഈ ചാമ്പൽ നിന്ന് ഇസ്ഹാക്കിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ശക്തൻ. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഉണ്ടായി. എന്താ ഗുണമുണ്ടായത്? അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്ക്. 3 അനുഗ്രഹങ്ങളെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത് നമ്മൾ കാണുന്ന അനുഗ്രഹം, the first one, he received Isaac from the dead. മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഇസ്ഹാക്കിനെ തിരികെ പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആ വേർഡ്. he received Isaac from the dead. Hebrews chapter 11 verse 19. അപ്പോൾ എന്താ അവിടെ കണ്ടത്? ഐസക്ക് മരിച്ചു എന്നുള്ളത് അബ്രഹാം മനസ്സിലാക്കി. ആ ഒരു കൺസെപ്റ്റോടുകൂടെ പോയത്. അവിടെ എന്ത് സംഭവിച്ചു? മരിച്ചതിൽ നിന്ന് ജീവൻ പ്രാപിച്ച പോലെ ഇസ്ഹാക്കിനെ തിരികെ പ്രാപിച്ചു. രണ്ടാമത്തെ ബ്ലെസ്സിങ്, ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് അബണ്ടൻസ്. സമൃദ്ധമായി, ഐശ്വര്യമായി ഒരനുഗ്രഹം അബ്രഹാം പ്രാപിച്ചു. ജെനസിസ് ചാപ്റ്റർ 22 verse 16 and 17. Genesis 22 verse 16 and 17. മൂന്നാമത്തത് ബ്ലെസ്സിങ്സ്. Through his seed Isaac, the entire world will be blessed. ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്ന് നോട്ട് ചെയ്താൽ that is Jesus Christ. Genesis chapter 22 verse 18. നമ്മൾ മനസ്സിലാക്കി എന്ത് സംഭവിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുവാനായിട്ട് ഒരുങ്ങി. അതിനകത്ത് വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ വെളിപ്പെടുവാനിടയായി തീർന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മളെ എന്ത് പഠിപ്പിക്കണം? ഒന്നാമത് പഠിപ്പിക്കേണ്ടത് ലവ് ഗാഡ് മോർ ദാൻ എനിത്തിങ്. സകലത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, ഒബേ ഗാഡ് മോർ ദാൻ എവറിത്തിങ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം കണ്ടു.
ഒരു പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് യാഗം കൊടുക്കണ്ട, പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം തന്ന വിശ്വാസം അത് നിറവേറ്റപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണമായി ഒരു ഉറപ്പുണ്ടെങ്കിൽ, അതെന്നിൽ കൂടെ വെളിപ്പെടുവാൻ സാധിക്കുമെങ്കിൽ, അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാം ഈ വലിയ കാര്യം ചെയ്തു. അതുകൊണ്ട് നമ്മൾ പോയി കുഞ്ഞിനെ കൊണ്ട് യാഗം കൊടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അബ്രഹാം എന്ത് വിശ്വസിച്ചുവോ അത് ഞാനും വിശ്വസിക്കുന്നുവെങ്കിൽ, അബ്രഹാം എന്ത് മനസ്സിലാക്കിയോ അത് നമ്മളും മനസ്സിലാക്കുന്നുവെങ്കിൽ, അത് മനസ്സിലാക്കിയതിനനുസൃതമായിട്ട് പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുമെങ്കിൽ, നമ്മളും അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് ഉടമകളാണ്. നമ്മൾ കൂടെയും ഇതേ കാര്യം നടക്കുവാനിടയായിത്തീരും. എന്ത് സംഭവിച്ചു? അബ്രഹാമിന് തൻ്റെ മകനെ തിരിച്ചു ലഭിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് വേണ്ടി എന്ത് കൊടുത്താലും അത് നഷ്ടമാകത്തില്ല. അതിന് ഇൻട്രസ്റ്റോടുകൂടെ കൂട്ടി ദൈവം തരും. സമ്പത്തല്ല ഞാൻ പറഞ്ഞു വന്നേ, അതിൻ്റെ പലിശയോടുകൂടെ കൂട്ടി ദൈവം മടക്കി കൊടുക്കുന്നു. ദൈവം ഇസ്ഹാക്കിനെ മടക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഇസ്ഹാക്കിനോടുകൂടെ ഒരു കെട്ട് അനുഗ്രഹങ്ങളുടെ അബ്രഹാമിന് മടക്കി കൊടുത്തു. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കർത്താവായ യേശു. ഇന്ന് രാത്രി ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരു ചോദ്യത്തോടുകൂടെ. നമ്മുടെ ജീവിതത്തിൽ ഇസ്ഹാക്കിനെ പോലെ വിലപ്പെട്ടത് വളരെ പലതുണ്ടായിരിക്കെ, എന്നാൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്പെസിഫിക്കായിട്ട് ദൈവത്തിന് വേണ്ടത്, ആ ഇസ്ഹാക്കിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുമോ? ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റെന്തെങ്കിലും സ്നേഹിക്കുന്നുവോ, അതോ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവോ? 2, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റൊന്നിനെ അനുസരിക്കരുത്, ദൈവത്തെ അനുസരിക്കുക. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തേക്ക് കണ്ണുകൾ തിരിച്ചാട്ട് ദൈവത്തോടത് പറഞ്ഞാട്ട്, ദൈവമേ, ഇന്ന് രാത്രിയിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ, എൻ്റെ പിതാവേ, അബ്രഹാമിൻ്റെ അതേ വിശ്വാസം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ളത്, ഞങ്ങൾക്കും തന്നിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ വിശ്വാസം ഞങ്ങൾക്കൂടെ വെളിപ്പെടുത്തുവാൻ, പ്രാവർത്തികമായി കാട്ടുവാൻ എൻ്റെ ദൈവമേ സഹായിക്കണമേ.